നാഗമാണിക്യം. നാഗമാണിക്യം എന്താണ്? നമ്മളുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ ഈ ഒരു പ്രായം വരെ, ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിലും അവരുടെ ചെറുപ്പകാലം മുതൽ ഇപ്പം നിങ്ങളുള്ള ഈ പ്രായം വരെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു 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 അപൂർവ വസ്തുവാണ് ഈ നാഗമാണിക്യം. നമ്മളിൽ പലരും കാണണം എന്ന് കൊതിച്ചിട്ടുണ്ടാവും. നമ്മൾ സിനിമകളിലും സീരിയൽസിലും കണ്ടിട്ടുണ്ടാവും. കഥകളിൽ പണ്ട് ബാലരമ ബാലഭൂമിയൊക്കെ വായിച്ചിട്ട് ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അവർ കഥകളിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ ചെറുകഥകളോ മറ്റുള്ളവരുടെ കഥകളിലോ കഥ എന്താണ് പറയുക കഥകളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് അത്ഭുതം തോന്നിയൊരു വസ്തുവാണ് ഈ നാഗമാണിക്യം, അല്ലേ? ശരിക്കും നാഗമാണിക്യം എന്താണ്? നാഗമാണിക്യത്തിന് എന്ത് വില വരും? എന്തൊക്കെയാണ് നാഗമാണിക്യം ഉപയോഗിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പം നാഗമാണിക്യം നമ്മൾ കണ്ടിട്ടുണ്ടാവുക കൂടുതലും നാഗമാണിക്യം ഒരു എന്താണ് പറയുക ഡയമണ്ടിൻ്റെ രൂപത്തിൽ ഉള്ളതോ അല്ലെങ്കിൽ പരന്ന പ്രതലത്തിലുള്ള ഒരു ഉരുളങ്കല്ല് പോലുള്ളതോ ആയ ഒരു സ്റ്റോൺ, പാമ്പിൻ്റെ അല്ലെങ്കിൽ നാഗത്തിൻ്റെ, നമ്മുടെ കോബ്ര എന്ന് പറയുന്ന സർപ്പം, നാഗം, പാമ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കോബ്ര എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലും കാട്ടുകളിലും കണ്ടുവരുന്ന പാമ്പിൻ്റെ തലയിലുണ്ടാകുന്ന ഒരു സ്റ്റോണാണ് ഈ നാഗമാണിക്യം എന്ന് പറയുന്നത്. നാഗമാണിക്യം നമ്മൾ കൂടുതലായും കണ്ടുവന്നിട്ടുണ്ടാവുക ഒരു നീല കളറിലുള്ള ഒരു സ്റ്റോണായിട്ടാണ്, അല്ലേ? പിന്നെ നാഗമാണിക്യം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. നാഗമാണിക്യം രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു നാഗത്തിനെ അല്ലെങ്കിൽ ഒരു സർപ്പത്തിനെ നമ്മൾ ത്രട്ടൻ ചെയ്യുക, അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെന്ന് അല്ലെങ്കിൽ അത് പോകുന്ന വഴിയിൽ നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ അതിന് ഒരു പേടി തോന്നുന്ന സാഹചര്യത്തിലാണ് അത് നമ്മളെയോ മറ്റ് മൃഗങ്ങളെയോ ആക്രമിക്കാറ്. അപ്പോൾ ആക്രമിക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ പല്ലുകൊണ്ട് അതിൻ്റെ പത്തി വിടർത്തിയിട്ട് അതിൻ്റെ പല്ലുകൊണ്ട് നമ്മളെ ബൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ വിഷം നമ്മുടെ ഉള്ളിലോട്ട് കടത്തിവിടുന്നതാണ് സാധാരണ ഈ സർപ്പങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സർപ്പങ്ങളുണ്ട്, അല്ലാത്ത സർപ്പങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചേര അങ്ങനെയുള്ള പാമ്പുകളെയല്ല, ഈ നാഗങ്ങൾ തന്നെ. ഇത് ഈ കോബ്ര എന്ന് പറയുന്ന പാമ്പുകൾ അവരുടെ ആവാസ വ്യവസ്ഥ വളരെ മറ്റു മൃഗങ്ങളോ മനുഷ്യന്മാരോ കടന്നു ചെല്ലാത്ത കാടുകളിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കാവുകളൊക്കെ ഉണ്ട്. പഴയ കാവുകളും ഇപ്പം കാവുകളൊക്കെ വളരെ ചെറുതായിട്ട് വന്നു. പണ്ട് കാവുകൾ വലുതായിരുന്നല്ലോ. അപ്പം ഈ കാവുകളിലൊക്കെ ജീവിക്കുന്ന ഈ നാഗങ്ങൾക്ക് മറ്റു മൃഗങ്ങളിൽ നിന്നും കൂടുതൽ അറ്റാക്കിങ് ഇതുവരെയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവരുടെ വിഷം ഉപയോഗിക്കേണ്ട സാഹചര്യം വരാറില്ല. അങ്ങനെ വരാതെ, അതായത് വിഷം ഉപയോഗിക്കാണ്ട് അവരുടെ വിഷം അവരുടെ ഉള്ളിൽ തന്നെ വയ്ക്കും. അപ്പോൾ എന്തായാലും ഇത് വിഷം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും, പക്ഷേ ഇത് ഉപയോഗിച്ച് പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന പക്ഷെ ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ട് സർപ്പം ഇങ്ങനെ ദംശിക്കുമ്പോൾ ഇവിടുന്നുള്ള ഈ പല്ലുകളാണ് നമ്മളുടെ ഉള്ളിലേക്ക് വിഷം ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വിഷം ഉപയോഗിക്കാത്ത ഒരു സമയത്ത് ഇവരുടെ ഈ തലയുടെ ഈ ഭാഗങ്ങളിൽ ഈ വിഷം അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്ത് നിന്ന് അതൊരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ദ്രാവക രൂപത്തിൽ നിന്നും ഒരു സോളിഡ് രൂപത്തിലേക്ക് മാറും. ലിക്വിഡ് ഫോമിൽ നിന്നും സോളിഡ് ഫോമിലേക്ക് മാറും. കുറേ വർഷങ്ങൾ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു 5 ദിവസത്തേക്കോ ഒരാഴ്ചക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഉപയോഗിക്കാത്ത കാര്യമല്ല പറയുന്നത്. കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള കാര്യമാണ്, വർഷങ്ങളോളം ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് സോളിഡ് ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇത് അത് ഉണ്ടാവുന്ന ആ ഒരു സർപ്പത്തിനെ നമ്മൾ പിന്നെ കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ തലയിൽ നിന്ന് വെട്ടിയെടുത്ത് കിട്ടുന്നതാണ് ഈ നാഗമാണിക്യം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ നാഗമാണിക്യം
കൈവശം വെക്കുന്ന ആൾ, അതായത് ഇപ്പം നാഗമാണിക്യത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും കോടിക്കണക്കിന് രൂപയാണ് ശരിക്കും നാഗമാണിക്യം എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ വിഷം ഉപയോഗിക്കാതിരിക്കുമ്പോൾ വർഷങ്ങളോളം അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ വിഷം ഒരു സ്റ്റോൺ പോലെ ആവുന്നതാണ് സംഭവം. ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ചെറിപ്പഴം അറിയാമല്ലോ നമുക്കെല്ലാവർക്കും, ഈ ഒരു ചെറിപ്പഴത്തിൻ്റെ സൈസിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റോണാണ് ഈ നാഗമാണിക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെന്നല്ല, ഇത് വാങ്ങുന്ന ആൾ അത്രയും വലിയൊരു കോടീശ്വരനായിരിക്കും. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഇതിൻ്റെ എന്താണ് ഉപയോഗം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരൻ ഒരു നാഗത്തിനെ പിടിച്ച് അല്ലെങ്കിൽ ഒരു കോബ്രയെ പിടിച്ച് കൊന്ന് ഈ സ്റ്റോൺ എടുത്ത് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അയാളുടെ ഉപയോഗം എന്ന് പറയാൻ മറ്റേ സാമ്പത്തിക ലാഭം മാത്രമാണ്. പക്ഷേ ഇത് വാങ്ങുന്ന ആൾ, ഇത്രയും വലിയൊരു കോടീശ്വരനായിട്ടുള്ള ഒരാൾ ഇത് വാങ്ങുമ്പോൾ അയാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നാഗമാണിക്യം പണ്ട് മുതലേ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നാഗമാണിക്യം കയ്യിൽ സൂക്ഷിക്കുന്നവർ അവരുടെ വാർദ്ധക്യം അവർക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ ഒരു 70-80 വയസ്സ്, ഇപ്പം എൻ്റെയൊക്കെ അച്ഛൻ 70 വയസ്സായി. അദ്ദേഹം ഇപ്പോഴും അത്യാവശ്യം നല്ല എന്താണ് പറയുക, ആരോഗ്യവാനാണ്. പക്ഷേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഒരു 30s കടന്നു തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളും വേദനകളൊക്കെ തുടങ്ങി. ഇതുമായിട്ട് കൂടുതൽ പേർക്കും അവരുടെ ശാരീരിക ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് നടുവേദന, മുട്ടുവേദന എന്നുള്ള വേദനകളൊക്കെ വന്നു തുടങ്ങി. പക്ഷെ നമ്മൾ അപ്പൂപ്പന്മാരാണെങ്കിൽ അവർക്ക് ഒരു 80-90 വയസ്സ് വരെ അവർ നല്ല സ്ട്രോങ് ആൻഡ് ബിൽട്ടായിരുന്നു. അപ്പോൾ അവരിത് ഉപയോഗിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ഈ നാഗമാണിക്യം യൂസ് ചെയ്യുന്നവർ കൈവശം വെച്ചിട്ടുള്ള ഒരാൾ, ഇപ്പം ഞാനൊരു നാഗമാണിക്യം കിട്ടിയാൽ ഞാനൊരു മോതിരമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ വാർദ്ധക്യത്തെ തോൽപ്പിക്കാനോ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പറ്റും. അതായത് ഒരു 80-90 വയസ്സ് ആയാലും ഞാൻ ഒരു 40-45കാരൻ്റെ ലുക്ക് ആൻഡ് ആ ഒരു ഇതായിരിക്കും, ബോഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേപോലെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 150 വയസ്സ് വരെയൊക്കെ നല്ല ആരോഗ്യവാനായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചില എന്താണ് പറയുക, കെമിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പണം അല്ലെങ്കിൽ ധനം നമുക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് ഈ നാഗമാണിക്യം കൈവശം വെക്കുന്ന ഒരാൾക്ക്. പിന്നെ പറയപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, മറ്റുള്ള വ്യക്തികളിലോ ജീവികളിലോ നമുക്ക് നമ്മുടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. അതായത് മാജിക്കൽ പവേഴ്സിൽ പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് കൈവശം വെക്കുന്ന ഒരാൾക്ക് മറ്റൊരു വ്യക്തിയിൽ കൂടുതൽ അവരുടെ സ്വാധീനം ചെലുത്താൻ പറ്റും. അത് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ഇപ്പോൾ എനിക്ക് മറ്റൊരാളെ നോക്കിയിട്ട് അയാളുടെ കണ്ണുകളിൽ, ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അയാളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് അയാളെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യിപ്പിക്കാനോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ അയാൾ കൂടുതൽ ഉള്ളിലേക്ക് എടുത്ത് അയാൾ എൻ്റെ വാക്കുകളിൽ ഞാൻ എന്താണോ പറഞ്ഞത് അത് ചെയ്യാമെന്നോ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു എനോർമസ് എമൗണ്ടാണ്, വലിയൊരു തുകയാണ്. നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു തുകയാണ് ഈ നാഗമാണിക്യം എന്ന് പറയുന്ന സ്റ്റോണിന് വരുന്നത്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു, ഒരു ചെറിപ്പഴത്തിൻ്റെ സൈസിലൊക്കെ വരുന്ന സ്റ്റോണാണ്. ഇത് തൂക്കവും മറ്റേതൊന്നും അല്ല നോക്കുക. ഇതിൽ നമ്മൾ ഡയമണ്ട് ഇതിൽ സംസാരിച്ച പോലെ 4C അല്ലെങ്കിൽ കളർ ആൻഡ് ക്ലാരിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഇതൊരു നാഗമാണിക്യം കിട്ടുക എന്നുള്ളത് മാത്രമാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന നാഗമാണിക്യത്തെ പറ്റിയുള്ള കഥകൾ, മിത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജമോളജിക്കൽ ടേമിലോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടേമിലോട്ട് വരാം. എന്താണ് നാഗമാണിക്യം? നാഗമാണിക്യം എന്ന് നമ്മൾ ഇത്രയും സമയം പറഞ്ഞ സംഭവം, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ ഡയമണ്ടിൻ്റെ അടിസ്ഥാന എലമെൻറ്റ് എന്താണ്? കാർബണാണ് അല്ലേ? അപ്പോൾ അതുപോലെ നാഗമാണിക്യം എന്ന് പറയുന്ന വസ്തുവിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു പാമ്പിൻ്റെ വിഷമാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, പാമ്പിൻ്റെ വിഷം ഒരിക്കലും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാലോ അല്ലെങ്കിൽ പാമ്പ് തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നാലോ
അതൊരു സ്റ്റോണായി മാറില്ല. ഓക്കെ, അപ്പം ഇത്രയും സമയം ഇവൻ എന്ത് പൊട്ടത്തരാണ് ഈ പറഞ്ഞത് എന്നല്ലേ. ഇത്രയും സമയം ഞാൻ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ നാടുകളിലും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ മിത്തിലും നമ്മുടെ പുരാതനമായ കഥകളിലൊക്കെ പ്രചരിച്ച് വരുന്ന നാഗമാണിക്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പക്ഷെ നാഗമാണിക്യം ശരിക്കും ഉണ്ടോ? ഇല്ല. നാഗമാണിക്യം എന്നൊരു വസ്തു ഈ ലോകത്തിലില്ല. അതായത് എർത്ത്, ഭൂമി എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റിൽ നാഗമാണിക്യം എന്നൊരു വസ്തു ഇല്ല. വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ വേറെ ഏതെങ്കിലും പാമ്പുകളുടെ തലയിൽ ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ കോബ്ര എന്ന് പറയുന്ന ഈ വസ്തു ഉള്ള ഈ ലോകത്ത് അതിൻ്റെ തലയിൽ നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടില്ല. പിന്നെ വിഷം ഉപയോഗിക്കാത്തൊരു പാമ്പ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ തുപ്പൽ വരും, നമ്മുടെ വായിൽ തുപ്പൽ എന്ന് പറയുന്ന സംഭവം വരുമല്ലോ. ഈ പദാർത്ഥം പോലെ തന്നെയാണ് അതിൻ്റെ പാമ്പുകൾക്കും. പാമ്പുകളുടെ ഭക്ഷണം അതിന് ദഹന പ്രക്രിയക്ക് ഉപയോഗിക്കുക. അതായത് ഭക്ഷണം നമ്മുടെ വയറ്റിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ തുപ്പലോട് കൂടിയാണ് അകത്തോട്ട് പോകുന്നത്. ആ തുപ്പലിൽ വരുന്ന ബാക്ടീരിയാസ് ഇതിൻ്റെ ദഹനത്തിന് കോസ് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് പാമ്പുകളിലും. പാമ്പുകളുടെ വിഷം അതിന് ദഹന പ്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഏതൊരു പാമ്പും അതിൻ്റെ വിഷം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ ഒരു പാമ്പ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സർപ്പം, കോബ്ര ഇരയെ പിടിക്കുന്നത് അതിൻ്റെ വിഷം അതിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ച് അതിനെ കൊന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ജീവനോടെ എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതൊരു കോബ്രയ്ക്കും അതിൻ്റെ ജീവിതകാലത്തിൽ അതിന് ഭക്ഷണം കഴിക്കേണ്ടി വരും, ഒബ്വിയസ്ലി. പിന്നെ നമ്മൾ പറഞ്ഞ ഈ വിഷം കുറേ കാലം കെട്ടിക്കിടന്ന് ഒരു ചെറിയ രൂപത്തിൽ നീല കളറിലുള്ള സ്റ്റോണാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, നാഗമാണിക്യം എന്ന പേരുണ്ട്. നാഗമാണിക്യം, മാണിക്യം നമ്മൾ പറഞ്ഞു, റൂബി എന്നാണ് മാണിക്യം എന്നുള്ള സ്റ്റോണിൻ്റെ ശരിയായ ഇത്, റൂബി. അപ്പോൾ റൂബി എന്താണ്? നമ്മൾ റൂബീൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊറണ്ടം എന്ന് പറയുന്ന വെറൈറ്റിയിൽ വരുന്ന, അതായത് സ്പീഷ്യൽസിൽ വരുന്ന സ്റ്റോണിൻ്റെ ഉള്ളിലോട്ട് ക്രോമിയത്തിൻ്റെ അളവും കൂടെ കൂടുമ്പോൾ റെഡ് കളറിലാവുന്ന കൊറണ്ടത്തിനെയാണ്, റെഡ് കളറിൽ വരുന്ന കൊറണ്ടത്തിനെയാണ് നമ്മൾ റൂബി എന്ന് പറയുന്നത്. സോറി, റെഡ് കളറിൽ വരുന്ന കൊറണ്ടത്തിനെയാണ് നമ്മൾ റൂബി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള കൂടുതൽ വീഡിയോസിലും അല്ലെങ്കിൽ കാർട്ടൂണുകളിലും സിനിമകളിലും സീരിയലുകളിലും എന്താണ് ഈ നാഗമാണിക്യം എന്ന് പറയുന്ന വസ്തു ഒരു ബ്ലൂ കളറാണ്. ബ്ലൂ കളറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോണാണ് ബ്ലൂ സഫയർ. അപ്പോൾ ഈ പേര് തന്നെ അവിടെ മാറി. റെഡ് കളറിൽ വരുന്നതാണ് മാണിക്യം, പക്ഷെ നമ്മൾ കാണുന്നതൊക്കെ ബ്ലൂ കളറിലോ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ കളർലെസ് ഫോമിലൊക്കെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അത് അവിടെ തന്നെ തള്ളാം. പിന്നെ കൊറണ്ടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, റൂബി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ക്രിയേറ്റ് ആവുന്ന വളരെ ഹീറ്റും ടെമ്പറേച്ചറും ഒക്കെ വരുമ്പോൾ ഹീറ്റ് ആൻഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വരുമ്പോൾ സംഭവിക്കുന്ന, ഭൂമിക്ക് അടിയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് റൂബി. നമ്മുടെ റൂബി വീഡിയോ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ മുമ്പ് പേളിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവി ആകെ കൂടെ ഈ ലോകത്തിൽ ഒരു ജീവി മാത്രമേ ഒരു ജെം സ്റ്റോൺ എന്നുള്ള നമ്മൾ ജെം സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് മൊളസ്ക് എന്ന് നമ്മൾ പറയുന്ന ചിപ്പിയാണ്. അതായത് ഈ പേള് കണ്ടുവരുന്ന ചിപ്പിയാണ്. പേള് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പേളിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എന്തായാലും ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പേളിൽ മാത്രമാണ് ഒരു ജീവി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജെം സ്റ്റോൺ എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ചില ആൾക്കാർ ഈ മൊളസ്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല കട്ട് ആൻഡ് പോളിഷ് ചെയ്ത് നല്ല തിളങ്ങുന്ന ജെം സ്റ്റോണൊക്കെ എടുത്തിട്ട് കാണിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അങ്ങനെയുള്ള ഞാനപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ജീവിയുടെ ഉള്ളിലും ഒരു ജെം സ്റ്റോൺ കട്ടിങ് ഫാക്ടറീസ് ഉണ്ടാവില്ല. അവർക്കൊന്നും കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് തരാനുള്ള കഴിവില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നാഗമാണിക്യം എന്നൊരു വസ്തു ഈ ലോകത്തിലില്ല. അപ്പോൾ അത് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് പരമ അസംബന്ധവും തട്ടിപ്പും ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു വസ്തു ഇല്ല. കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
മെസ്സേജ് ചെയ്യുന്നതിൽ കൂടുതലും ഈ ജെം സ്റ്റോൺസ് കളക്ട് ചെയ്യുന്നവരും വളരെ സന്തോഷം തരുന്നൊരു കാര്യം കേട്ടോ. ജെം സ്റ്റോൺസ് റോ ഫോമിലായിട്ട് കളക്ട് ചെയ്യുന്ന, കട്ടൻ പോളിഷും കൂടെ അല്ല, റോ ഫോമിലായിട്ട് കളക്ട് ചെയ്യുന്ന ആൾക്കാരും പിന്നെ കട്ടൻ പോളിഷും കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റ് രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ കിട്ടാൻ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ടാൻസാനിയയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ടാൻസാനിയയിൽ നിന്നാണ് ടാൻസനൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ വരുന്നത്. ടർക്കിയിലോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ടർക്കിയിൽ നിന്ന് മാത്രമാണ് ഈ സുൽത്താനൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺസ് വരുന്നത്. മനസ്സിലായില്ല? ഇപ്പോൾ ആഫ്രിക്കയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ആഫ്രിക്കയിലെ എല്ലാ സ്റ്റോൺസും ഉണ്ട്. പക്ഷേ നമ്മൾ കേട്ടിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ നിന്നാണ് ഡയമണ്ട്സ് മൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ യാത്രകളിലോട്ട് പോകുന്ന ആൾക്കാർ, ഓരോ രാജ്യങ്ങളിലോട്ട് യാത്ര പോകുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഈ സ്റ്റോൺ വാങ്ങട്ടെ, അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഫോട്ടോ നോക്കിയിട്ട് ഏതൊരു ജമോളജിസ്റ്റിനും ഇത് ഇന്ന സ്റ്റോൺ ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ബ്ലൂ കളറിലുള്ളൊരു സ്റ്റോണിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇത് ബ്ലൂ സഫയർ അല്ലേ, ഇത് ഞാൻ വാങ്ങട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ബ്ലൂ കളറിൽ നമുക്ക് ബ്ലൂ സഫയർ വരും, സിന്തറ്റിക് ബ്ലൂ സഫയർ വരും, പിന്നെ ക്യൂബിക് സിർക്കോണി എന്താണെന്ന് നമ്മൾ ഡയമണ്ടിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയമണ്ട് പോലെ തോന്നിക്കുന്ന ഒരു വസ്തു, അത് ഏത് കളറിലും ഉണ്ടാക്കാം. അപ്പോൾ അത് ബ്ലൂ കളറിൽ കിട്ടും. പിന്നെ ടാൻസനൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ ബ്ലൂ കളറിലാണ്. നമുക്ക് ഒരുപാട് അയോലൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺസ് ബ്ലൂ കളറിലാണ്. കൈനൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺസ് ബ്ലൂ കളറിലാണ്. ഈ കൈനൈറ്റും അയോലൈറ്റൊക്കെ വില കുറവാണെങ്കിലും ബ്ലൂ സഫയറിൻ്റെ ലുക്ക് തന്നെ തരുന്ന സ്റ്റോൺസാണ്. അപ്പോൾ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്കിതാണോ അതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി ക്ഷമ ചോദിക്കുന്നു. ഞാൻ മെസ്സേജ് അയക്കുന്നവരോടും പറയാറുണ്ട്. പിന്നെ അപ്പോൾ കം ടു ദ പോയിന്റ്. അപ്പോൾ ജെം സ്റ്റോൺസ് ഇങ്ങനെ റഫ് ഫോമും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഒരു കാര്യം കൂടെ പറയാണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ 200+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.